വിശ്വസിയായിരിക്കട്ടെ. വിശാലയുടെ സ്നേഹം നിറഞ്ഞവരെ, ഏറെ സന്തോഷത്തോടുകൂടെ നമ്മുടെ ഇടയിലേക്ക് ബഹുമാനപ്പെട്ട ബ്രദർ തോമസ് പോളിനെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിന്ന് പരിശുദ്ധ കുർബാനയെപ്പറ്റി ചിന്തിക്കുകയും അതിൻ്റെ ആഴങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ കുർബാന. ദൈവം നമുക്കായി നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം. ഈ പരിശുദ്ധ കുർബാന അതിൻ്റെ പൂർണ്ണത്തിൽ മനസ്സിലാക്കി യോഗ്യതയുടെ പങ്കുചേരുവാനും അതിൻ്റെ അർത്ഥങ്ങളും അതിൽ ഈ കുർബാനയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങളെ തിരിച്ചറിയുവാനായിട്ടുള്ള ഏറ്റവും വലിയ അവസരമായിട്ടാണ് നാം ഇന്നത്തെ ഈ ദിവസത്തെ കണക്കാക്കുക. കാരണം പരിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ഒരു സെഷൻ നമുക്ക് നമ്മുടെ ഇടവകയിൽ നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ട്, അതുപോലെ കുറച്ച് കുഞ്ഞുങ്ങൾ നമ്മൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാവുന്ന പോലെ ബ്രദർ തോമസ് പോൾ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ CCT ടീച്ചേഴ്സിന് വേണ്ടി അദ്ദേഹം കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വിശ്വാസത്തിൽ വളർത്തേണ്ടതെന്നുള്ള അതിൻ്റെ ആവശ്യതയെപ്പറ്റി നമ്മെ പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് നാം വിശുദ്ധ കുർബാനയെപ്പറ്റി ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ വലിയ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ദിവസങ്ങളാണ്. ഏതൊരുവട്ടയും പ്രാർത്ഥിക്കാം. നാം ഇന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ നമുക്ക് ഈ പരിശുദ്ധ കുർബാന എന്താണ് എന്ന് മനസ്സിലാക്കുവാനും ദൈവം ഈ കുർബാനയിലൂടെ നമുക്ക് നൽകുന്ന എന്തൊക്കെ കൃപകളും ദാനങ്ങളുമാണ് അതൊക്കെ മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബ്രദർ തോമസ് പോളിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹം കൊണ്ടാണെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് കൊന്ത ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സെഷനിലേക്ക് പ്രവേശിക്കുക. നമുക്കറിയാം, അമ്മയോട് ചേർന്ന് നിന്നാൽ അമ്മ എപ്പോഴും നമ്മെ ഈശോയോട് ചേർത്ത് നിർത്തും. അതോടൊപ്പം തന്നെ സഭയോട് ചേർത്ത് നിർത്തും. ഈ വലിയ അറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടുകൂടെ നമുക്ക് ഈ സെഷനിലേക്ക് പ്രവേശിക്കാം. അതുപോലെ നമ്മെ ഓരോരുത്തരെയും ദൈവം തൻ്റെ അനന്തമായ കൃപയാൽ പരിശുദ്ധ കുർബാനയിലൂടെ നൽകുന്ന അതേ ആ യോഗ്യതകൾ, അതിൻ്റെ കൃപകളുടെ അതൊക്കെ നമുക്കുടെ ജീവിതത്തിൽ എപ്പോഴും അനുഭവിക്കുവാനും അത് മറ്റുള്ള വ്യക്തികളുമായിട്ട് പങ്കിടുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് അല്പനേരം എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷനിലേക്ക് പ്രവേശിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയുടെ അനന്തമായ ദാനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലൂടെ നീ ഞങ്ങൾക്ക് നൽകുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളിന്ന് ഒരു ഇടവക സമൂഹം എന്ന രീതിയിൽ നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവേ, പരിശുദ്ധ കുർബാനയിലൂടെ നീ നൽകുന്ന ദാനങ്ങളെയും കൃപകളെയും തിരിച്ചറിയുവാനും അതിലൂടെ ലഭിക്കുന്ന കൃപ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ മക്കളിലും സമൂഹത്തിലും സഭയിലും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ അനന്തദാനമായ നിന്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായ പരിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ ആത്മാവിനെ ജ്വലിപ്പിക്കണമേ. വിശ്വാസത്തോടുകൂടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും അങ്ങ് നൽകുന്ന ദാനങ്ങൾ, കൃപകൾ യോഗ്യതയോടെ സ്വീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പ്രത്യേകം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തിരുത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശംശായിരിക്കട്ടെ. പ്ലീസ് ബി സീറ്റഡ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹം, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെയും, വിശുദ്ധ കുർബാനയെക്കുറിച്ച് എത്ര ക്ലാസ് കേട്ടാലും മതിയാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടംപോലെ കേൾക്കണം. ഓരോ
ഗുരുക്കന്മാരും പ്രബോധകരും ഇതിനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾക്ക് തോന്നും അങ്ങനെ കൂടി പറയേണ്ടതായിരുന്നല്ലോ, ഇങ്ങനെയും കൂടി പറയേണ്ടതായിരുന്നല്ലോ തോന്നും. പക്ഷെ എത്ര പറഞ്ഞാലും തീരാത്തതും എത്ര പഠിച്ചാലും തീരാത്തതും 1264 കോർപ്പസ് ക്രിസ്റ്റി എന്ന ആ തിരുനാൾ ആഘോഷിക്കാൻ അന്നത്തെ മാർപ്പാപ്പ അർബൻ 4-ാമൻ മാർപ്പാപ്പ ഉത്തരവിട്ടതും അന്നത്തെ ഏറ്റവും വലിയ ജീവിച്ചിരുന്ന വിശുദ്ധനായിരുന്നു തോമസ് അക്വീനാസ്. ആ തോമസ് അക്വീനാസിനെ കുർബാനയെക്കുറിച്ചുള്ള ഗാനങ്ങൾ എഴുതാൻ ഏൽപ്പിച്ചു. ആ ഗാനങ്ങളാണ് നമ്മുടെ ലത്തീൻ ആരാധനാക്രമത്തിലെ എല്ലാ ഗാനവും. അതിനകത്ത് ഒരു വരി ഇതാണ്: Senses cannot grasp this marvel, faith must come to compensate. നിങ്ങൾ കേട്ട് കാണും ഇതില്ലേ? Senses cannot grasp this marvel, faith must serve to compensate. അതിൻ്റെ മലയാളമാണ് ഭക്തിയാ വണങ്ങുന്നു എന്നുള്ള ആ ലത്തീൻ ആരാധനാക്രമത്തിലെ അവസാനത്തെ ആശീർവാദത്തിൻ്റെ ഗാനം. അതിൽ ഇതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. അപ്പോൾ ഇത് നമ്മുടെ ബുദ്ധിക്കോ ജ്ഞാനത്തിനോ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ ചൊല്ലിട്ട് സമ്മതിക്കണം. കർത്താവേ, അപ്പം അതുകൊണ്ടാണ് നമ്മുടെ സീറോ മലബാർ കുർബാനക്രമത്തിൽ ഇതിനെ മനസ്സിലാക്കിക്കാൻ ഒരുപാട് തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സീറോ മലബാർ ആരാധനക്രമത്തെ എല്ലാ ചരിത്രകാരന്മാരും എല്ലാ സഭാപിതാക്കന്മാരും പറയുന്നത് ഇറ്റ് ഈസ് ഹെവൻ കമ്മിങ് ഇൻ ദ എർത്ത്. അപ്പോൾ സീറോ മലബാർ ലിറ്റർജി തന്നെ അത്രയ്ക്ക് വിസ്മയനീയമായ ഒരു അനുഭവത്തിൻ്റേതാണ്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് പഠിക്കണം. സോ ടുഡേ ഐ ആം ട്രൈങ് ടു എക്സ്പ്ലെയിൻ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ടു മേക്ക് us possible to experience the Holy Kurbana in a very simple way. So the way we have to understand this is from the center part of the Kurbana, and we go to the beginning and the end. That is the anaphora. നമ്മൾ കുർബാനയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പവിദ്യയാണ് ഞാൻ പറയുന്നത്. എല്ലാത്തിൻ്റെയും കോർ, ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൻ്റെ കാതലാണ്. എന്നപോലെ വിശുദ്ധ കുർബാനയുടെ കാതലാണ് അനാഫറ. അതുകൊണ്ട് നമ്മൾ അനാഫറ പ്രാർത്ഥനയെ നമ്മൾ വളരെയധികം വിചിന്തനം ചെയ്യേണ്ട ഒന്നാണ്, പഠിക്കേണ്ട ഒന്നാണ്. അപ്പം അതിലാണ് ഇതിൻ്റെ കാതൽ. അപ്പം അത് നിങ്ങൾ പിടിച്ചാൽ മതി. മനസ്സിലായത്? ഈ കുർബാന പുസ്തകം ഒരെണ്ണം നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാകണം. എന്നിട്ട് വീട്ടിലിരുന്ന് ഇതിൻ്റെ പ്രാർത്ഥനകളൊക്കെ ഇടയ്ക്ക് ഒന്ന് വായിച്ച് പഠിക്കണം. ഇത് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളതൊരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിന്തിച്ചു വരുമ്പോഴേക്കും അടുത്ത പ്രാർത്ഥന വന്നു കഴിഞ്ഞു. അതിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ എൻ്റെ ഒരു എളിയ അഭിപ്രായം, നമ്മൾ എന്തെല്ലാം പുസ്തകങ്ങൾ മേടിക്കുന്നതാണ്, അതുകൊണ്ട് ഒരു കുർബാന പുസ്തകം ബൈബിളിനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണെന്ന് ഉദ്ദേശിച്ച് വീട്ടിൽ വേണം. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ ഇതാണ് അനാഫറ പ്രാർത്ഥനയിൽ ഈ കാഴ്ചവെപ്പിൻ്റെ, അതായത് കൂദാശ വചനങ്ങൾ കഴിഞ്ഞിട്ട് അതിന് സ്ഥാപന വചനങ്ങളെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയിലാണ് ഈ ഹോൾ കുർബാനയുടെ കോർ മെസ്സേജ് ഉള്ളത്. ഇത് പിടികിട്ടിയാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. കോർ ഓഫ് ദ കുർബാന, അതായത് ഈശോയുടെ പീഡാനുഭവം, മരണം, ഉത്ഥാനം മാത്രമല്ല, ഈശോയുടെ ജീവിതം മുഴുവനും ഒരു രഹസ്യവും
അത് കുർബാനയിൽ ആവിഷ്കരിക്കപ്പെടുകയാണ്. ഇറ്റ്സ് നോട്ട് ഓൺലി ദ പാഷൻ, ഡെത്ത് ആൻഡ് റിസറക്ഷൻ, but the whole life of Christ is reenacted in the Holy Kurbana or any Kurbana or any Holy Sacrament, any Eucharist. In olden time we used to say, or in the latest teaching of the Church after Second Vatican Council, the Church says all sacraments are mystery of Christ. രണ്ടാം വത്തിക്കാൻ സുനഹദോസിന് ശേഷം എല്ലാ കൂദാശകളെയും സഭ പറയുന്നത് ക്രിസ്തു രഹസ്യമെന്നാണ്. അങ്ങനെയാണ് കാത്തലിക് കാറ്റക്കിസത്തിൻ്റെ ആ ഭാഗം തന്നെ തുടങ്ങുന്നത്, ക്രിസ്തു രഹസ്യം. അപ്പോൾ ഈ അനാഫറ പ്രാർത്ഥനയിൽ മൂന്നാം പ്രണാമ ജപത്തിൻ്റെ തുടരുന്നു. മൂന്നാം പ്രണാമ ജപം, ആ പ്രണാമ ജപങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളാണ്. നത്തിങ് ടു പാരലൽ ദാറ്റ്. അപ്പോൾ അതിൽ പറയുന്നത് ഇതാണ്, ദ ഹോൾ കുർബാന ഈസ് എ യൂക്കറിസ്റ്റ്. യൂക്കറിസ്റ്റ് മീൻസ് താങ്ക്സ് ഗിവിങ്, താങ്ക്സ് ആകും. അതായത് കർത്താവ് നമുക്ക് ചെയ്ത അത്രയും വലിയ രക്ഷാകര പദ്ധതിയെക്കുറിച്ചും അതിൻ്റെ പകർന്നു കൊടുക്കലെക്കുറിച്ചും, അതാണ് എക്കണോമി ഓഫ് സാൽവേഷൻ, അതിന് നമ്മൾ നന്ദി പറയുകയാണ്. അതാണ് യൂക്രിസ്റ്റ് എന്ന വാക്കിൻ്റെ അനർത്ഥം. അങ്ങനെയാണ് ഇവിടെ തുടങ്ങുന്നത് കാർമികൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. O Lord, our God, together with the heavenly host, we give you thanks. We glorify and bless God the Word. And ഇതാണ് central point of the whole mystery. We glorify and bless God the Word, hidden offspring from your bosom. ഇത് ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നുകയാണ്. മലയാളത്തിനോടൊപ്പം മലയാളം കുറവല്ല. നിന്റെ ദൈവിക ജീവനിൽ, ഇത് നമ്മുടെ പുതിയ ടെക്സ്റ്റിൽ ഒരല്പം മാറ്റമുണ്ട്. അപ്പോൾ ഹി ഈസ് യുവർ ഓൺ ലൈക്ക്നെസ് ആൻഡ് സ്പ്ലെൻഡർ ആൻഡ് ദ ഇമേജ് ഓഫ് യുവർ ഓൺ ബീയിങ്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും. ഇവിടെ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഹോൾ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് ഈസ് ഇൻകാർണേഷൻ. അതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തിരിച്ചു വരും. വി ബിഗിൻ ഫ്രം ദ കോർ ഓഫ് ദ കുർബാന, ദാറ്റ് ഈസ് ഫ്രം ദ അനാഫറ. നമ്മൾ വലിയ രഹസ്യം കുർബാനയിൽ പാഷൻ, ഡെത്ത് ആൻഡ് റിസറക്ഷൻ ആണെങ്കിലും ആ പാഷൻ, ഡെത്ത് ആൻഡ് റിസറക്ഷനിലേക്ക് നമ്മൾ ആരംഭിക്കുന്നത് ഇൻകാർണേഷനിലൂടെയാണ്, മനുഷ്യാവതാരത്തിലൂടെയാണ്. അത് മനസ്സിലായി കഴിയുമ്പോൾ തന്നെ നമുക്ക് വലിയ ഒരു ഫ്രീഡം കിട്ടും. That is the whole, sorry if I may miss some words in Malayalam and English, you should understand it. He is your own likeness and splendor and the image of your own being. Setting aside his equality with you, he emptied himself, taking the form of a servant. Born of a woman, he became a complete human being with a rational, intelligent and immortal soul and immortal body. ഇതല്ലെന്നാണ് ഞാൻ ഈ വായിക്കേണ്ടത്. ഞാൻ സോറി, ഒരു മിസ്റ്റേക്ക് വന്നു. അതാണ് വേർഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞിട്ട് കർത്താവെ, നന്ദി ആശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ നീ ഞങ്ങൾക്ക്. A little difference. You have showed upon us such great blessing for which we can never be thankful enough to make sure. You assumed our human nature. That's it. ഈ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ ഞാൻ നേരത്തെ വായിച്ചതിൽ അല്പം വ്യത്യാസം വന്നു. സോ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ പറയുന്നത് അനാഫറ പ്രാർത്ഥനയിൽ ഈശോയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രയർ കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്.
You assumed our human nature. That is amounting to incarnation. You restored us from our fallen state and brought us from death to eternal life. That is the passion and death. Second part. Forgiving our debts, that includes in the passion and death. You sanctified us sinners, enlightened our minds, defeated our enemies, and glorified our frail nature by your immense grace. So this whole prayer contains the incarnation, passion, death, and resurrection. In the preface prayer of Latin Rite, one of the prefaces like this: O Lord, through your incarnation you have reconciled us with the Father. Through your passion you cancel our sins. Through your resurrection you have given us new life. Through your ascension you have opened heaven for us. Therefore, with all the saints and holy angels and seraphims, we sing holy, 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 and Hosanna. So these are called prefaces. It is right to give him thanks. So there are 50 prefaces in the Latin Kurbana or Latin Mass. It is good to think about it. There is a book you can buy, The Order of Holy Mass, with prefaces. It's only $10 book. It is very good to go through all the prefaces. And you can find the parallel in our Holy Kurbana here. Now, having said this, in our Holy Kurbana, there are all the seven mysteries of Jesus' life is reenacted. Rather, 8 mysteries. 8th mystery is the second coming. Second coming, when Jesus' second coming, he will be, before that, he will give the resurrection of our body. And he will make the whole world in a glorified state. That glorified state of God has no time and space. It is beyond time and space. So it can give us a foretaste. And that is why in the liturgy, the glorified state is reenacted at the beginning itself, even in the incarnation. That is why we sing Gloria. So we consider, നമുക്ക് ഈശോയുടെ ജീവിത രഹസ്യത്തിൻ്റെ 7 രഹസ്യങ്ങളും 8ാമത്തെ ഒന്ന് ഈശോയുടെ വീണ്ടും വരവാണ്. ആ വീണ്ടും വരവ് ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്, വീണ്ടും വരുന്നത് ഈശോയുടെ മഹത്വീകരിക്കലിൻ്റെ പൂർണ്ണതയിലാണ്. എന്നാൽ ആ മഹത്വീകരിക്കലിൻ്റെ പൂർണ്ണത മുൻകൂർ നമുക്ക് അനുഭവമാക്കുന്ന ഒരു പദ്ധതിയാണ് രക്ഷാകര പദ്ധതി. അതുകൊണ്ടാണ് ഗ്ലോറിയ മുതൽ തന്നെ ആ മഹത്വത്തെ നമ്മളെ അണിയിക്കുകയാണ്. ഇനി 7 രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പെട്ടെന്ന് ഞാൻ പറയാൻ പോകുന്നത്. There are 7 mysteries in the life of Christ. The mystery of incarnation, ഈശോയുടെ മനുഷ്യാവതാര രഹസ്യം. The mystery of baptism of Jesus, ഈശോയുടെ മാമോദീസായുടെ രഹസ്യം. The mystery of public life of Jesus, public proclamation, that is the ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ രഹസ്യം. 3. 4ാമത്തേത് ഈശോയുടെ പീഡാസഹനവും മരണവും. The 4th mystery is Jesus' passion and death. And the 5th mystery is Jesus' resurrection. 5ാമത്തെ രഹസ്യം ഈശോയുടെ പുനരുത്ഥാനം. 6ാമത്തെ രഹസ്യം ഈശോയുടെ സ്വർഗാരോഹണം. The 6th mystery is Jesus' ascension. And the 7th mystery is Jesus' count ascension, that is the Pentecost, his coming, his whole mystery
mysterious experience he is giving in through the Pentecost. ഈശോയുടെ പെന്തക്കോസ്റ്റ്. അപ്പം എന്തെല്ലാമാണ് 7 രഹസ്യങ്ങൾ? ഈശോയുടെ മനുഷ്യാവതാരം, ദ ഇൻകാർണേഷൻ മിസ്റ്ററി, ഈശോയുടെ ബാപ്റ്റിസം, ദ മിസ്റ്ററി ഓഫ് ബാപ്റ്റിസം, ജീസസ് പബ്ലിക് പ്രൊക്ലമേഷൻ, ഈശോയുടെ പരസ്യ പ്രഘോഷണ ജീവിതത്തിൻ്റെ രഹസ്യം. ഫോർത്ത് മിസ്റ്ററി ഈസ് ജീസസ് പാഷൻ ആൻഡ് ഡെത്ത്, ഈശോയുടെ പീഡാസഹനവും മരണവും. 5ാമത്തെ രഹസ്യം ഈശോയുടെ പുനരുത്ഥാനം, ദ റിസറക്ഷൻ. 6ാമത്തെ രഹസ്യം ഈശോയുടെ സ്വർഗാരോഹണം, ദ അസെൻഷൻ. 7ാമത്തെ രഹസ്യം കൗണ്ട് അസെൻഷൻ അഥവാ പെന്തക്കോസ്റ്റ്. ഇത് ഇനി കുർബാനയിൽ ഏതൊക്കെ വശത്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ കുർബാന നമുക്ക് എക്സ്പീരിയൻസ് ആവുകയാണ്. അപ്പോൾ റീഎനാക്ട്മെൻറ്റ്, ഈ സംഭവങ്ങളെല്ലാം നടന്നത് അപ്പോൾ തന്നെ അത് നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ടു എറ്റേണിറ്റി. ആ എറ്റേണിറ്റിയിലേക്ക് കടന്നതിനെ പരിശുദ്ധാത്മാവിൻ്റെയും ഈശോ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതുകൊണ്ട്, ഹി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ദ സാക്രമെന്റ് സോ ദാറ്റ് ഇറ്റ് ഈസ് റീഎനാക്റ്റഡ് വെനെവർ യു സെലിബ്രേറ്റ് ഇറ്റ്. അതാണ് നമ്മുടെ കുർബാനയുടെ ആരംഭം തന്നെ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ. കണ്ടോ, എന്താണ് ആ പെസഹ തിരുനാളിൽ കർത്താവ് നൽകിയ കൽപ്പന? ഇതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ദ യൂക്രിസ്റ്റ്. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ എന്ന വാക്കിന് ഒരിക്കലും അതിൻ്റെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അർത്ഥം മനസ്സിലാവില്ല. നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നതിന് വേറെ വാക്കില്ല. അതിൻ്റെ അർത്ഥം അതിന് ഗ്രീക്കിൽ പറയുന്നത് അനാമിനസിസ് എന്നാണ് പറയുന്നത്. അതായത് ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും അനുഭവിക്കുവിൻ. റീഎനാക്റ്റഡ്, ഇറ്റ് വിൽ ബി റീഎനാക്റ്റഡ് ടു യു ആസ് ഇറ്റ് ഹാപ്പൻസ് ടുഡേ. ഇറ്റ് വിൽ ഹാപ്പൻ വെനെവർ യു സെലിബ്രേറ്റ് ദിസ്. ദാറ്റ് ഈസ് ഹൗ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സാക്രമെന്റ് ഡൺ. So what is the purpose of that? He was institution of the sacrament done on Thursday. Thursday means it is the Thursday evening at 3 o'clock, means that is the first hours of the Friday. And Friday evening 3 o'clock he will do it. He will really die. So at the beginning of that day he gave this institution that is called in Catechism paragraph 1060 or 62, I don't read it now, 1060, 61, 62, etc. There are 2 points. One is the mystery of salvation, another is the economy of salvation. The mystery of salvation is this passion, death and resurrection of Christ. That he is going to do it, but through that what grace which is going to pour out has to be distributed. That distribution system is called the economy of salvation. Suppose I tell you very easily to understand that. You might know a petroleum refinery. A petroleum refinery has got huge tanks, storage tanks to store the petrol. But not even 1 liter petrol will be given from there. It will be given only from the petrol pumps. That is called distribution of the economy of distribution of petrol. So also you go to the doctor will prescribe the medicine, but doctor will not give the medicine. For medicine you have to go to a dispensary. So what is the meaning of dispensary? That is the economy of dispensing medicine. So you go to CVS pharmacy, day and night open. So that is how the sacraments, and particularly the Eucharist, is a dispensing of the grace which Jesus has given through his passion, death and resurrection. അതായത് രക്ഷാകര രഹസ്യം ഒന്ന്, രക്ഷാകര പദ്ധതി വേറൊന്ന്. രക്ഷാകര രഹസ്യം ഈശോയുടെ പീഡാസഹനം, മരണം, ഉയർപ്പ് എന്ന ആ വലിയ സംഭവം ഈശോ പ്രവർത്തിക്കുന്നതിന് മുൻപ് ഈശോ അതിൽ നിന്നും ഒഴുകുന്ന രക്ഷാകര
കൃപാവരത്തെ എങ്ങനെ നമ്മളിലേക്ക് 1061 ഞാനതൊന്ന് ഒരു നിമിഷം വായിച്ചോട്ടെ. അതെങ്ങനെ നമ്മളിലേക്ക് എത്തിക്കും എന്നതാണ്. ഇതുണ്ടോ, അവിടുന്ന് കൂദാശകളിലൂടെ പ്രവർത്തിക്കുന്നു. പൗരസ്ത്യവും പാശ്ചാത്യം 1076 സോറി, എൻ്റെ നമ്പർ പറഞ്ഞ് തെറ്റിപ്പോയിട്ടോ. 1062 1076. പൗരസ്ത്യവും പാശ്ചാത്യമായ പൊതു പാരമ്പര്യം ഇതിനെ കൗദാശിക പദ്ധതി എന്ന് വിളിക്കുന്നു. കൗദാശിക പദ്ധതി എന്നതിൻ്റെ ഇംഗ്ലീഷ് എക്കണോമി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സാക്രമെന്റൽ എക്കോണമി എന്നാ പറയാം. ഇത് സഭയുടെ കൗദാശിക ആരാധനാഘോഷത്തിൽ ക്രിസ്തുവിന്റെ പെസഹാ രഹസ്യത്തിന്റെ ഫലങ്ങളുടെ പകർന്നു കൊടുക്കൽ, ഡിസ്പെൻസിങ്. ഇത് ഓക്കെ. ഇനി അതുകൊണ്ട് ഈശോയുടെ രഹസ്യം മുഴുവനും വിശുദ്ധ കുർബാനയിൽ പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. റീഎനാക്ട്മെന്റ് എവിടെയാണ് ആരംഭിക്കുന്നത്? നൗ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഫസ്റ്റ്, നമ്മുടെ കുർബാനയിൽ ലത്തീൻ കുർബാനയായാലും സുറിയാനി കുർബാനയായാലും മലങ്കര കുർബാനയായാലും ദ ഹോളി കുർബാന ഓർ മാസ് ബിഗിൻസ് ഫ്രം ദ ഇൻകാർണേഷൻ മിസ്റ്ററി. അത്യുന്നതമാം സ്വർലോകത്തിൽ അത് മാലാഖ ആട്ടിടയന്മാരോട് പ്രഘോഷിച്ചതാണ് രക്ഷകന്റെ ജനനത്തെക്കുറിച്ച്. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹൈയസ്റ്റ്, peace to all in the earth. Gloria. But when we sing Gloria, in the Latin liturgy you sing a long, but in Syro Malabar we sing a short. But that is the reenactment of the incarnation of Jesus. അതാണ് നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ സെൻട്രൽ അനാഫറ പ്രാർത്ഥനയിൽ പറയുന്ന ആ ഒരു ഭാഗത്ത്. അനാഫറ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. യു അസ്യൂംഡ് അവർ ഹ്യൂമൻ നേച്ചർ ഇൻ ഓർഡർ ടു മേക്ക് us divine. So that is how the Holy Eucharist begin. So when we sing Gloria, we must remember it is not simply a song, it is the mystery. It is not written by anybody. It is sung by heaven. All the angels and choir began to sing, glory to God in the highest. Why? Today in the city of David, a Savior, your Messiah, the King, the God is born. That little. So this is the mystery of Christmas. This is the mystery of Christmas. It is written in 526. In Catechism 526 it is written. You have to read it. The mystery of Christmas is an exchange of life. Exchange of life means God become man so that man become God. Exactly. 460 in Catechism. For man become God become man so that God become man so that God become man so that man become God. So that is the mystery of incarnation. So in the Holy Kurbana, you must believe now it is happening here. It's a reenactment of that work of incarnation is happening here. Now Christ is born. Little Jesus is born here in the manger. And that Jesus is growing. How that Jesus grow? Jesus grow living Mother Mary and Joseph, obedient to Mary and Joseph. He was praying with Mary and Joseph. What was his prayer? That is the first prayer. Our Father who art in heaven, hallowed be thy name, thy kingdom come. The life of Jesus rooted in prayer in the house of Mary and Joseph. That's what our Father prayer we pray. So when we pray, we must believe it is Jesus himself is praying. Our Father. Our Father. Jesus and us. We are brothers. Jesus is our brother. Through incarnation, he assumed us into his body. So where are we now? We are in his body. We are one in his body. That's what we have to understand throughout the Holy Eucharist.
We are not making some routine. We are in His body. And we together pray. And then we sing psalms. Psalms were the prayer of Jesus and Mary and the whole Israel. And all the psalms are mystery of Jesus. In the psalms, all the mystery of Jesus and the salvation history is written. And that is how we have കാലത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനകൾ. We have prayer of seasons. All that prayer of seasons are, all that psalms of seasons are already in the psalms. ചിതറിയൊരു ഇസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു, പണിയുന്നോർസ്ലേം നഗരീതാ കരുണാവാരുതി അവനല്ലോ. അതായത് ഇസ്രായേൽ ജനത്തിന്റെ ആ ചിതറിച്ചവരെ ഒരുമിച്ച് കൂട്ടി ബാബിലോണിൽ നിന്നും കൊണ്ടുവന്നത് മാത്രമല്ല, ലോകം മുഴുവനെയും പുതിയ ഒരു ജെറുസലേം, അതായത് ഗ്ലോറിഫൈഡ് ബോഡിയാക്കി മാറ്റും. അതെല്ലാം ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. ഈശോ തന്നെ പ്രാർത്ഥിച്ചതാണ്. ഈശോ രക്ഷകനാണ്, നമ്മുടെ മധ്യസ്ഥനാണ്. എന്നാൽ അതിനപ്പുറം ഈശോ നിത്യപുരോഹിതനാണ്. ഈ നിത്യപുരോഹിതൻ എന്നുള്ളത് ഈശോ ജനിച്ചപ്പോഴേ തന്നെ പുരോഹിതനാണ്, ജനിച്ചപ്പോഴേ തന്നെ രാജാവാണ്, ജനിച്ചപ്പോഴേ തന്നെ രക്ഷകനാണ്, ജനിച്ചപ്പോഴേ തന്നെ പ്രവാചകനാണ്. അതുകൊണ്ടാണ് 3 രാജാക്കന്മാർ വന്നപ്പോൾ 3 പ്രത്യേക സമ്മാനം കൊടുത്തത്. എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? രാജാക്കന്മാർ കൊണ്ടുവന്നത് ഗോൾഡ്, മീറ and incense. That represents the kingly, priestly and prophetic mission of Jesus. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ ആണ് ബലി അർപ്പിക്കുന്നത് കുർബാന. എങ്കിലും ആ ഈശോ പുരോഹിതൻ മാത്രമല്ല, ഈശോ ബലിവസ്തു കൂടിയാണ്. ബലിവസ്തു കൂടി. ആ ബലിവസ്തുവിൽ നമ്മളെല്ലാവരും ഈശോയുടെ ശരീരത്തിൽ നമ്മളും ബലിവസ്തുവായിട്ടുണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 110-ാം സങ്കീർത്തനമാണ്, നീ എന്നേക്കും പുരോഹിതനാകുന്നു, മിൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാകുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല, ഇതിന് മാറ്റമുണ്ടാവുകയില്ല. അതാണ് ഈശോയുടെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം. അപ്പോൾ ഈശോ നിത്യപുരോഹിതനായ ഈശോയുടെ ജീവിതത്തിൻ്റെ 30 വർഷത്തെ ജീവിതം മുഴുവനും ഈശോ ഒരു ഫോർമേഷനിലൂടെ കടന്നു വരികയാണ്. പ്രാർത്ഥന, സങ്കീർത്തന പാരായണം, പഠനം. പിന്നെ ഇതാ ഈശോയുടെ പഴയ നിയമ പഠനങ്ങൾ. ഈശോ തന്നെ പറഞ്ഞു, എന്നെക്കുറിച്ച് മോശയുടെ പുസ്തകത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും എഴുതിയിരിക്കുന്നത് പൂർത്തിയാകണ്ടേ. അപ്പോൾ ഈശോ അതെല്ലാം പഠിച്ച ഒരു കാലഘട്ടമാണത്. അതുകൊണ്ടാണ് ആദ്യത്തെ വായന പഴയ നിയമ വായന, പിന്നെ പ്രവാചക ഗ്രന്ഥം, പിന്നെ പുതിയ നിയമ വായന, പിന്നെ ഇതാ ഇപ്പോൾ ഈശോയുടെ ജ്ഞാനസ്നാനത്തിലേക്ക് വരികയാണ്. സർവാധിപനാം കർത്താവെ പാടുമ്പോൾ, മധുബഹായിലെ വിരി നീങ്ങുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു എന്ന് വെച്ചാൽ ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ച സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആദത്തിൻ്റെ തിന്മ മൂലം അടഞ്ഞു കിടന്ന സ്വർഗം, രണ്ടാമത്തെ ആദമായി ഈശോ മനുഷ്യരുടെ പാപപരിഹാരത്തിന് വേണ്ടി ഉള്ള പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങിയത് മാമോദീസായിലൂടെയാണ്. അതോടെ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കുമായിട്ട്. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി. അപ്പോൾ മുതൽ ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. ആ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭമായിട്ടാണ് വൈദികൻ മധുബഹായിൽ നിന്നും, തുറന്ന ആ സ്വർഗീയ സ്ഥലത്തു നിന്നും വചനം ഇങ്ങനെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. വൈദികൻ ആ വചനം ഇതിൻ്റെ മുഖത്തിങ്ങനെ പിടിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ മുഖമാണ് വചനം, ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം ഇപ്പോൾ മനുഷ്യാവതാരം ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അതാണ് പഴയ നിയമ വായനകളെല്ലാം കഴിഞ്ഞു ഈശോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നതിന് പല ഗാനങ്ങളും പാടി നമ്മൾ തയ്യാറെടുക്കുന്നു. അങ്ങനെ ഈശോയുടെ ആ വചന ശുശ്രൂഷയിൽ ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ശുശ്രൂഷ. ഇന്ന്
resurrection song, when we sing, it is the time of the baptism of Jesus. The heaven opened, the heaven which was closed because of the sin of Adam, now opened for the whole humanity to come through the priestly intercession and the sacrifice of Jesus. And now for that he is going to proclaim the good news, and that is the gospel proclamation. So after the proclamation of gospel, the priest standing in place of Christ is explaining the gospel. So when we now participate in the Eucharist, we must recognize we are sitting in the time of Jesus. There is no time span. The same word, the same Jesus is standing here in place of the priest. ഈശോയുടെ അതേ വചനം, ഈശോ തന്നെയാകുന്ന പുരോഹിതൻ ഇപ്പോൾ നമുക്ക് പകർന്നു തരികയാണ്. നമ്മൾ മലയിലിരുന്ന പോലെ, ആ കടൽ തീരത്ത് അവരിരുന്ന പോലെ ഇത് കേൾക്കണം. We must believe that there is not even 1% change in the power of the word of God, in the presence of the word of God, in the presence of Christ. He is present in the word, he is present in these priests. അതാണ് വചനം കേൾക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ വേണ്ടിയാണ് അതിന് മുൻപുള്ള ഒരുപാട് ഗാനങ്ങളെല്ലാം നമ്മൾ പാടുന്നത്. അതിനുശേഷം നമ്മൾ ഇതാ വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കുന്നു. അതായത് ഈ കേട്ട വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ കേട്ട വചനങ്ങൾ ഞങ്ങൾ വിശ്വസിച്ച് വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കുന്നു. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുന്നു. അതിനുശേഷം പീഡാസഹനം. Now we come to the passion, death and resurrection. പീഡാസഹനം, പാഷൻ, ഡെത്ത് ആൻഡ് റിസറക്ഷൻ ആണ് ഈ അനാഫറ പ്രാർത്ഥനയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. We must believe that through in this offering, then the offertory begins. In the offertory, when we say, കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു, മിശിഹാ കർത്താവിൻ തിരുമൈ നിനവുമിതാ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, we must understand when we pray we are offering the body and blood of Christ എന്ന് പറയുമ്പോൾ we must recognize when we say we are offering the body and blood of Christ means it is the church, it is the body. We are the body. We are the body of Christ now. We are through Jesus Christ, through the incarnation, we are already in the body. See, that is in Catechism paragraph 1360, paragraph 1368, 62 onwards. 62, the subheading says, ക്രിസ്തുവിൻ്റെയും അവിടുത്തെ ശരീരമായ സഭയുടെയും യാഗപരമായ അനുസ്മരണമാണ്. 1362 is very important. The sacrificial memorial of Christ and his body, the church. So the sacrifice we are offering is a sacrificial memorial of Christ and the church. Who is the church? We, the people of God. അപ്പോൾ ഈ people of God നമ്മളാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തെയാണ് നമ്മളിവിടെ ഓഫർ ചെയ്യണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഇപ്പോൾ മുതൽ ഇനി വൈദികൻ ക്രിസ്തുവായിട്ട് മാത്രമല്ല, നമ്മളെല്ലാവരും വിശ്വാസി സമൂഹം ഈശോയുടെ നമ്മൾ മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ ശരീരമായിരിക്കുന്നു. ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും എന്നിലേക്ക് ആകർഷിക്കും. ഇത് വളരെ പ്രധാന പോയിന്റാണ്. ഇത് അപ്പോൾ ഈ കർത്താവ് ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കണം, ഞങ്ങളെല്ലാവരും അങ്ങയുടെ ശരീരത്തിലാണെന്ന് വിശ്വസിക്കണം. ഇത് വിശ്വസിക്കണം. ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാവും. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ് 1368 പറയാണ്, കുർബാന സഭയുടെ ബലിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ തൻ്റെ ശിരസിൻ്റെ സമർപ്പണത്തിൽ ഭാഗവാക്കാകുന്നു. അവിടത്തോടു കൂടെ അവൾ മുഴുവനായി സമർപ്പിക്കപ്പെടുന്നു. എല്ലാ മനുഷ്യർക്കും വേണ്ടി പിതാവിൻ്റെ മുൻപാകെ അവിടുന്ന് വഹിക്കുന്ന ഈ മധ്യസ്ഥതയോട് സഭ തന്നെ ചേർക്കുന്നു. കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ബലി അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ബലിയായിത്തീരുന്നു. വിശ്വാസികളുടെ ജീവിതം, അവരുടെ സ്തുതി, അവരുടെ സഹനം, പ്രാർത്ഥന, അധ്വാനം എല്ലാം
ക്രിസ്തുവിനോടൊത്ത് അവിടുത്തെ സമഗ്ര സമർപ്പണത്തോട് ചേർക്കപ്പെടുന്നു. അങ്ങനെ അവ പുതിയ മൂല്യം കൈവരിക്കുന്നു. അൾത്താരയിൽ സന്നിഹിതമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ബലി ക്രിസ്ത്യാനികളുടെ എല്ലാ തലമുറകൾക്കും ക്രിസ്തുവിൻ്റെ സമർപ്പണത്തോട് തങ്ങളെ തന്നെ ചേർക്കുന്ന സാധ്യത നൽകുന്നു. ഐ റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് ഇൻ 1368. The Eucharist is also the sacrifice of church. The church, which is the body of Christ, participates in the offering of her head with him. She herself is offered whole and entire. She unites herself to his intercession with the Father for all men. In the Eucharist, the sacrifice of Christ becomes also the sacrifice of the members of his body. The lives of the faithful, their praise, their sufferings, that's important. Prayer and work are united with those of Christ and with his total offering, and so acquire a new value. Christ's sacrifice present on the altar makes it possible for all generations, Christians, to be united with his offering. So in the anaphora prayer, he is making the institution. So in the institution, we must recognize he is priest as offering the sacrifice, and he become the victim. In the Old Testament, priests were offering a lamb, but in the New Testament, Jesus fulfills all that Old Testament sacrifices by making himself as a lamb. So in priesthood, that's why we move in the now when the sacrifice comes, priests move from Galilee as Christ moved from Galilee to Jerusalem. That is the Calvary. That is why we have to move to the main altar where the sacrifice is offered. So in that, priest is Christ, and in Christ all of us are part of his body. Now it's not only he is offering, we are seeing, no, we are also part of offering. So that is why Jesus' last parable says, I am the vine, you are all my branches. Not only to receive the grace, but also to offer. So now, after the anaphora prayer, we again thanking and declaring him all what this mystery is in this book, page number 83. It's a very important prayer before the Holy Spirit's invocation. Before the invocation of the Holy Spirit, we pray. That is a very important prayer. Maybe I don't read it now since the time is gone now. I have to conclude now, the time is up. Paragraph, page number 83. But I read it better. That's very important. You see, കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുന്നു. We are I don't know, those who are English speaking, you must recognize the prayer before the invocation of the Holy Spirit. When you read in English, please remember the whole mysteries are now completed in the Calvary, but we are remembering means it is being reenacted here as it is. And when the priest is praying, oh, let your Holy Spirit come upon us, കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണേ. ഏലിയ പ്രവാചകൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ അഗ്നി പോലെ അയച്ച് യാഗവസ്തുക്കളെ രൂപാന്തരപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയ പ്രാർത്ഥിച്ചു. മറ്റു 400 പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിട്ട് അഗ്നി ഇറങ്ങി വന്നില്ല. അതിന് തുല്യമാണ് ഇവിടെ വൈദികൻ സഭയുടെ നാമത്തിൽ കരങ്ങൾ ഉയർത്തി നമ്മളാകുന്ന സഭയ്ക്കൊടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണേ എന്ന് പറയുമ്പോൾ ശരിക്കും പന്തക്കൊസ്തായിൽ പരിശുദ്ധാത്മാവ് വന്ന പോലെ അതിനേക്കാൾ ശക്തമായി ഈ ബലിയിൽ നമ്മളെല്ലാവരിലും
really, really, really the Holy Spirit is coming and transforming us. നമ്മളെ അത് പൂർണ്ണമായി രൂപാന്തരപ്പെടും. അതിനുശേഷം നമ്മൾ ഈശോ സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം, അതാണ് എലിവേഷൻ. രണ്ടാമത്തെ എലിവേഷൻ, ഇത് സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു എന്ന് പറഞ്ഞ് ഉയർത്തുന്ന സമയത്ത് ഈശോയുടെ സ്വർഗാരോഹണമാണ്. ആ സ്വർഗാരോഹണത്തിൻ്റെ ആ സമയം കഴിഞ്ഞാൽ ഈശോ പിതാവിനോടൊപ്പം മടങ്ങിച്ചെന്നു. അതായത് ഇൻകാർണേഷനിൽ പിതാവിൽ നിന്ന് മനുഷ്യനായി അവതരിച്ച ഈശോ രക്ഷാകര പദ്ധതി എല്ലാം പൂർത്തിയാക്കി പിതാവിൻ്റെ അടുത്ത് മടങ്ങിച്ചെല്ലുമ്പോൾ ആരോട് കൂടിയാണ് ചെന്നേക്കണത്? ഹൂ ഈസ് വിത്ത് ഹിം? മനുഷ്യവംശത്തെ മുഴുവനും തൻ്റെ ശരീരത്തിൽ കൊണ്ട് ഈശോ ചെന്നിരിക്കുകയാണ്. അതാണ് എഫേഷ്യൻസ് 2:6 പറയുന്നത്, അവൻ നമ്മളെ ഉയർപ്പിച്ച് നമ്മളെയും കൊണ്ട് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ചെന്നു. അതിനുശേഷം ഈശോ, എന്നാൽ ആ സമയത്ത് നമ്മൾ മനുഷ്യർ ഭൂമിയിൽ തന്നെയാണെങ്കിലും നമ്മൾ ആത്മീയമായിട്ട് ഈശോയുടെ ശരീരത്തിലാണ്. അതുകൊണ്ടാണ് സഭ നമ്മളെ കാറ്റഗിസത്തിൽ പഠിപ്പിക്കുന്നത്, ആ സ്വർഗാരോഹണത്തിൽ ഈശോ ചെന്നപ്പോൾ നമ്മളെയും കൊണ്ട് ത്രിത്വത്തിൽ ചെന്നിരിക്കുകയാണ്. അപ്പോൾ ത്രിത്വത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ത്രിത്വത്തിൻ്റെ ഇൻകാർണേഷൻ കഴിഞ്ഞതോടെ ത്രിത്വത്തിൽ നമ്മളെല്ലാവരും ഉണ്ട്. ഇൻകാർണേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം എമ്മാനുവേൽ ആയിരിക്കുന്നു. എമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ഈശോയിൽ നമ്മൾ ഒന്നായിരിക്കുന്നു. അപ്പോൾ പിതാവും പരിശുദ്ധാത്മാവും ഈശോയും, ഈശോയിൽ ആരുണ്ട്? നമ്മളെല്ലാം ഉണ്ട്. ക്യാൻ യു ബിലീവ് ദിസ്? അപ്പോൾ നമ്മളും ഈ ത്രിത്വത്തിലായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥയുടെ ആ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയാണ് പിന്നെ നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഭൂമിയിലിരുന്നല്ല ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്, ഈശോയോടൊപ്പം സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് തന്നെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം സ്വർഗത്തിലെ ഭക്ഷണമാണ് പിന്നെ നമുക്ക്, സ്വർഗത്തിലെ എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടുകയാണ്. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വിസ കിട്ടി ഇവിടെ വന്ന് ഇവിടുത്തെ സിറ്റിസൺ ആയ പോലെ നിങ്ങൾ ഇപ്പോൾ ഭൂമിയിലെ സിറ്റിസൺസ് അല്ല, നിങ്ങളെല്ലാവരും സ്വർഗത്തിലെ, നമ്മളെല്ലാവരും സ്വർഗത്തിലെ സിറ്റിസൺസ് ആയി അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ കൃപ, എല്ലാ ആനുകൂല്യങ്ങളും സ്വർഗത്തിലെ കിട്ടുന്നു. അതാണ് തുടർന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശുശ്രൂഷകൻ പ്രാർത്ഥിക്കുന്നു, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരം സ്വീകരിക്കാനും രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. അപ്പോൾ ഇതോടെ ഈ രക്ഷാകര പദ്ധതികൾ മുഴുവനും പൂർത്തിയായി കഴിഞ്ഞ് ഈശോ തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് തരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് ഈശോയുടെ ഉത്ഥിതമായ ശരീരരക്തമാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ശരീരരക്തമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ആ അവസ്ഥയാണ് അന്ത്യദിനത്തിൽ നമ്മൾ ഉയർപ്പിക്കുമ്പോൾ ലഭിക്കാൻ പോകുന്നത്. നമ്മൾ അന്ത്യദിനത്തിൽ ഉയർക്കുമ്പോൾ, അന്ത്യദിനത്തിലെ ഉയർപ്പിൽ നമ്മുടെ ശരീരങ്ങളൊക്കെ ഉയർപ്പിക്കപ്പെടുമ്പോൾ ഈശോയുടെ ഉയർത്തെഴുന്നേറ്റ ശരീരവും ഉയർത്തെഴുന്നേറ്റ ആത്മാവുമായിട്ട് ഒന്നാകുന്നു. ആ കഴിഞ്ഞു, ആ അവസ്ഥയാണ് അവസാനം. അതുകൊണ്ടാണ് കുർബാനയുടെ അവസാനം നമ്മൾ പാടുന്നു, പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാരൊത്തു വലം ഭാഗം. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് ഉത്ഥിതനായ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരവും അതാണ് അന്ത്യദിനത്തിൽ ഈശോ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ശരീരം അതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ തന്നെ എന്തെല്ലാമാണ് 7 രഹസ്യങ്ങൾ? ഈശോയുടെ മനുഷ്യാവതാരം, ദ ഇൻകാർണേഷൻ, ഈശോയുടെ ബാപ്റ്റിസം, ദ മാമോദീസ, ഈശോയുടെ പരസ്യജീവിതം, ഈശോയുടെ പീഡാസഹന മരണം, ഈശോയുടെ ഉയർപ്പ്, ഈശോയുടെ സ്വർഗാരോഹണം, ഈശോയുടെ പന്തക്കൊസ്ത വീണ്ടും വരും. ഇത് മുഴുവനും കുർബാനയിൽ ഓരോ ഘട്ടങ്ങളിലുമുണ്ട് എന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്ലേസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി ഏത് പോയിന്റിലാണ് അതെന്നുള്ളത് അത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നമ്മൾക്ക് വലിയ ഒരു അനുഭവം ഇവിടെ വെച്ചിട്ടുണ്ടാവും. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ഒരനുഭവം ഉണ്ടായില്ല. പിന്നെ എപ്പോഴാണ് അനുഭവം ഉണ്ടായത്? ഈശോ അപ്പം മുറിച്ച് കൊടുത്തപ്പോൾ അവരുടെ കണ്ണു തുറന്നു എന്ന പോലെ ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഒരനുഭവം ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് അർപ്പിച്ചുകൊണ്ട് ഈ ഉത്ഥിതനായ ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോഴായിരിക്കും അനുഭവം പൂർണ്ണമായിട്ടാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ദിസ് പോസിബിലിറ്റി. മേ ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.